ഡിയർ സ്റ്റുഡൻസ്, ഇനി നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ മാറ്റർ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആസ് എ ഫങ്ഷൻ ഓഫ് വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും മാറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ തന്നെ ഒരു ബ്രാഞ്ചാണ് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ നോക്കുക, സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഹിയർ വി ലേൺ ദ ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും മാറ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ചാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിക്കുന്നത്. ആ ഇൻട്രാക്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ തന്നെ വേവ് ലെങ്തിൻ്റെയോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെയോ ഫങ്ഷനായിട്ടാണ് പഠിക്കുന്നത്. അപ്പം ഇത്രയാണ് സ്പെക്ട്രോസ്കോപ്പിയുടെ ആ ഒരു ഡെഫിനിഷൻ ടേമിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ ആറ്റം ആണെങ്കിലും മോളിക്യൂൾ ആണെങ്കിലും എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് എന്ത് ചെയ്യും? ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് അറ്റോമിക് അല്ലെങ്കിൽ മോളിക്കുലാർ സ്പെക്ട്രം കിട്ടും. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ആറ്റം ആൻഡ് മോളിക്യൂൾ ഇൻ എ മാറ്റർ ഇൻട്രാക്ട് വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ടു ഗീവ് അറ്റോമിക് ഓർ മോളിക്കുലാർ സ്പെക്ട്രം. ആറ്റം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്താലും നമുക്ക് അറ്റോമിക് സ്പെക്ട്രം കിട്ടും. അതുപോലെ തന്നെ മോളിക്യൂൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്താൽ നമുക്ക് മോളിക്കുലാർ സ്പെക്ട്രം ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് ഓഫ് ആൻ ആറ്റം ഓർ മോളിക്യൂൾ എന്ന് വിളിക്കാം. ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ പോലത്തെ ഫിംഗർ പ്രിൻ്റ് നമുക്ക് മാത്രമേ കാണത്തുള്ളൂ, ബാക്കി ഒരാൾക്കും കാണത്തില്ല. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെയും മോളിക്യൂളിൻ്റെയും ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് നമ്മുടെ സ്പെക്ട്രം. അപ്പം ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരാറ്റത്തിന് മാത്രമേ കാണത്തുള്ളൂ, വേറൊരാറ്റത്തിനും അതുപോലൊരു സ്പെക്ട്രം കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്പെക്ട്രം ഈസ് ദ ഫിംഗർ പ്രിൻ്റ് ഓർ ഫോട്ടോഗ്രാഫ് ഓഫ് ആറ്റം ഓർ മോളിക്യൂൾ. ആറ്റത്തിൻ്റെയോ മോളിക്യൂളിൻ്റെയോ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫാണ് സ്പെക്ട്രം എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, ആറ്റം ആണെങ്കിലും മോളിക്യൂൾ ആണെങ്കിലും വളരെ സ്മോളാണ്, സൈസ് വളരെ ചെറുതാണ്. നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് ഇവരെ കാണാനായിട്ട് സാധിക്കത്തില്ല. ആറ്റത്തിനെയും മോളിക്യൂൾസിനെയും നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആറ്റത്തിനെയും മോളിക്യൂൾസിനെയും കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് സ്പെക്ട്രോസ്കോപ്പി വഴിയാണ്. നമ്മൾ ഈ ഒരു ആറ്റത്തിനെയും മോളിക്യൂൾസിനെയും കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടുന്നത് സ്പെക്ട്രോസ്കോപ്പിയിലൂടെയാണ്. ഏതർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് സ്പെക്ട്രോസ്കോപ്പി വഴിയാണ് നമുക്ക് ആറ്റവും മോളിക്യൂൾസും തമ്മിലുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നത്. ഇത്രയാണ് സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഗാമ റേ മുതൽ എന്താ പറയുക റേഡിയോ വേവ്സ് വരെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വരുന്നത്. മീൻസ് ആദ്യം ഗാമ റേ, പിന്നെ എക്സ് റേ, പിന്നെ യു വി റേ, പിന്നെ വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഇത്രയാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ വരുന്നത്. അപ്പം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നോക്കുവാണെങ്കിൽ അപ്പം നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഫ്രീക്വൻസിയുടെ ടേമിലും എഴുതാം, അതുപോലെ തന്നെ വേവ് ലെങ്തിൻ്റെ ടേമിലും എഴുതാം. ഫ്രീക്വൻസിയുടെ ടേമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിലായിരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എഴുതുന്നത്. ഇനി അതുപോലെ തന്നെ വേവ് ലെങ്തിൻ്റെ ടേമിലാണ് എഴുതുന്നതെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ഫിഗറിൽ തന്നെ കാണാം. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് വേവ് പെർ യൂണിറ്റ് ടൈമാണ്. ഒരു യൂണിറ്റ് ടൈമിലുള്ള നമ്പർ ഓഫ് വേവിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമൊക്കെ നോക്കുവാണെങ്കിൽ ഫ്രീക്വൻസി കൂടുതലാണ്, പക്ഷേ റൈറ്റിലോട്ട് പോകുന്നതനുസരിച്ച് ഫ്രീക്വൻസി കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി വേവ് ലെങ്തിൻ്റെ ടേമിലാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് ആ ഫിഗറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യത്തേക്ക് ഉള്ള വേവിന്, ഫോർ എക്സാമ്പിൾ ഗാമ റേയുടെയും എക്സ് റേയുടെയും ഒക്കെ വേവ് ലെങ്ത് നമ്മൾ നോക്കുവാണെങ്കിൽ വേവ് ലെങ്ത് വളരെ കുറവാണ്. പക്ഷേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതനുസരിച്ച് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നോക്കുക, ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുമ്പം വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. അപ്പം ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. എന്തൊക്കെ വരും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ? ഗാമ റേ, എക്സ് റേ, യു വി, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചിരിക്കണം, ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു മാറ്ററിലൂടെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിലൂടെ നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് വീഴുവാണെങ്കിൽ, ഒരു മാറ്ററും അല്ലെങ്കിൽ ഒരു ആറ്റവും അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഈ ആറ്റം അബ്സോർബ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ അബ്സോർബ് ചെയ്യുന്ന ടൈമിൽ അതിനകത്തുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിലോട്ട് പോകും. അപ്പം
എനർജി കിട്ടുമ്പം ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിലോട്ട് പോകും. അങ്ങനെ ഹയർ എനർജി ലെവലിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് ഹയർ എനർജി ലെവലാണ്, അതിന് സ്റ്റേബിൾ ആകാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, ആ അബ്സോർബ് ചെയ്ത റേഡിയേഷൻ തിരിച്ച് റേഡിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരും. അത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ഇൻട്രാക്ഷൻ പറയാം, അബ്സോർപ്ഷനും പറയാം, എമിഷനും പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അബ്സോർബ് ചെയ്യുന്ന കേസ് ആദ്യം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റം അതിലോട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് വീഴുന്ന ടൈമിൽ അതെന്ത് ചെയ്യും, അതിനകത്തുള്ള ഇലക്ട്രോൺസ് ഈ ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ട് അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഇങ്ങനെ കിട്ടുന്ന സ്പെക്ട്രത്തിനെ നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നാണ് വിളിക്കുന്നത്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എനർജി കൂടുതലാണ്. അപ്പം എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഈ ഒരു ഇലക്ട്രോണിന് എനർജി കൂടുതലാണ്. ഈ ഒരു സ്റ്റേറ്റിൽ ഒരിക്കലും അതിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പം അതെന്ത് ചെയ്യും, ഈ അബ്സോർബ് ചെയ്ത എനർജി അത് റേഡിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരും. അല്ലെങ്കിൽ ഈ അബ്സോർബ് ചെയ്ത എനർജി തിരിച്ച് എമിറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് വരും, ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ആ ഒരു ഇലക്ട്രോൺ ആ ഒരു എനർജി എന്ത് ചെയ്തു, എമിറ്റ് ചെയ്തിട്ട്, എമിറ്റ് ചെയ്യുന്ന എനർജി ഫോട്ടോൺ ആയിട്ടായിരിക്കും എമിറ്റ് ചെയ്യുന്ന. ആ ഒരു എമിറ്റ് ചെയ്യുന്ന എനർജിയെ നമ്മൾ ഫോട്ടോൺ എന്നാണ് വിളിക്കുന്നത്. ആ എമിറ്റ് ചെയ്തിട്ട് അത് ഏത് സ്റ്റേറ്റിലോട്ട് വരും, തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരും. സോ ഇവിടെ നടന്നത് എമിഷൻ. നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞത് അബ്സോർപ്ഷൻ ആണ്, നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞത്. ദെൻ സെക്കൻഡ് കേസിൽ പറഞ്ഞത് എന്താണ്, സെക്കൻഡ് കേസിൽ നമ്മൾ എമിഷൻ ആണ് പറഞ്ഞത്. ആ അബ്സോർബ് ചെയ്ത എനർജി എമിറ്റ് ചെയ്ത് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരും. ഇനി ഇതിൽ തന്നെ നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം നോക്കുവാണെങ്കിൽ അവിടെ ഡാർക്ക് ലൈൻസ് ആയിരിക്കും കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഫ്രീക്വൻസിയിലുള്ളൊരു റേഡിയേഷൻ ഞാൻ ആ ഒരു ആറ്റത്തിനകത്തോട്ട് ഞാൻ കൊടുത്തു. അതിലൊരു പർട്ടിക്കുലർ റീജിയൻ മാത്രം, പർട്ടിക്കുലർ എനർജി ഉള്ള ആ ഒരു റേഡിയേഷനെ മാത്രമാണ് ആ ഒരു ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. എന്നിട്ട് തിരിച്ച് വരുന്ന ആ ഒരു റേഡിയേഷനെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ, അനലൈസ് ചെയ്യുവാണെങ്കിൽ അത് അബ്സോർബ് ചെയ്ത ആ ഒരു റേഡിയേഷൻ അവിടെ ബ്ലാങ്ക് ആയിട്ട് കാണും. ആ സൈഡ് ഒരു ഡാർക്ക് ലൈനായിട്ടായിരിക്കും കാണുന്നത്. അതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അപ്പം എ സ്പെക്ട്രം വിച്ച് കൺസിസ്റ്റ് ഓഫ് ഡാർക്ക് ലൈൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ. നമ്മളൊരു കൊടുത്ത റേഡിയേഷനിൽ നിന്ന് ഒരു പാർട്ട് ആ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ആ ഒരു ആറ്റം അബ്സോർബ് ചെയ്തു. ആ അബ്സോർബ് ചെയ്ത പാർട്ട് നമുക്ക് ഡാർക്ക് ലൈനായിട്ടായിരിക്കും അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ കിട്ടുന്നത്. ഇനി എമിഷൻ സ്പെക്ട്രം നോക്കിയാൽ ഈ അബ്സോർബ് ചെയ്ത എനർജി ഇത് എന്താ ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്പെക്ട്രത്തിൽ ബ്രൈറ്റ് ലൈൻസ് ആയിരിക്കും കാണുന്നത്. സോ ഇൻ എമിഷൻ സ്പെക്ട്രം ബ്രൈറ്റ് ലൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എമിഷൻ ഓഫ് അബ്സോർബ്ഡ് റേഡിയേഷൻസ് ആർ കോൾഡ് എമിഷൻ സ്പെക്ട്രം. അപ്പം അബ്സോർപ്ഷൻ സ്പെക്ട്രം നമുക്ക് നോക്കിയാൽ നമുക്ക് ഡാർക്ക് ലൈൻസ് ആയിരിക്കും കാണുന്നത്. എമിഷൻ സ്പെക്ട്രം നമ്മൾ നോക്കിയാൽ അവിടെ ബ്രൈറ്റ് ലൈൻസ് ആയിരിക്കും കാണുന്നത്. ആ ബ്രൈറ്റ് ലൈൻസ് എവിടെ നിന്ന് വന്നു, അബ്സോർബ് ചെയ്ത റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ബ്രൈറ്റ് ലൈൻസ് നമുക്ക് കിട്ടിയത്. ഇതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും തമ്മിലുള്ള ഒരു വ്യത്യാസം. അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ ഡാർക്ക് ലൈൻസ് ആയിരിക്കും കിട്ടുന്നത്, എമിഷൻ സ്പെക്ട്രത്തിൽ ബ്രൈറ്റ് ലൈൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇനിയുണ്ട് അറ്റോമിക് സ്പെക്ട്രം ഉണ്ട്, മോളിക്കുലാർ സ്പെക്ട്രം ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ട്. അപ്പം അതും കൂടെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അറ്റോമിക് സ്പെക്ട്രം നോക്കാം. ഒരു ആറ്റം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന സ്പെക്ട്രമാണ് അറ്റോമിക് സ്പെക്ട്രം. ആൻ ആറ്റം ഇൻട്രാക്ട് വിത്ത് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ടു ഗീവ് അറ്റോമിക് സ്പെക്ട്രം. ഒരാറ്റം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പെക്ട്രമാണ് അറ്റോമിക് സ്പെക്ട്രം. നമുക്കറിയാം ആറ്റത്തിനകത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് എനർജി ലെവൽസേ ഉള്ളൂ. കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, അങ്ങനെ ലിമിറ്റഡ് നമ്പർ ഓഫ് എനർജി ലെവൽസേ ഉള്ളൂ. അപ്പം നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എങ്ങനെയായിരിക്കും, നമുക്ക് കിട്ടുന്ന സ്പെക്ട്രത്തിൽ ലൈൻസ് ആയിരിക്കും കാണുന്നത്. ലൈൻസ് ആയിട്ടായിരിക്കും നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പെക്ട്രത്തിനെ നമ്മൾ ലൈൻ സ്പെക്ട്രം എന്നായിരിക്കും വിളിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആറ്റം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറ്റോമിക് സ്പെക്ട്രം കിട്ടും. ആറ്റത്തിനകത്ത് ലിമിറ്റഡ് എനർജി ലെവൽസ് ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ലൈനായിട്ടായിരിക്കും സ്പെക്ട്രം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്പെക്ട്രത്തിനെ ലൈൻ സ്പെക്ട്രം എന്ന് വിളിക്കും. നെക്സ്റ്റ് നമുക്ക് മോളിക്കുലർ സ്പെക്ട്രമാണ് പഠിക്കാനുള്ളത്. അപ്പം മോളിക്കുലർ സ്പെക്ട്രം എന്തായിരിക്കും, മോളിക്യൂൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന സ്പെക്ട്രം ആയിരിക്കും മോളിക്കുലർ സ്പെക്ട്രം. അതുപോലെ തന്നെ മോളിക്യൂൾസിനകത്ത് ഒരുപാട് എനർജി ലെവൽസ് കാണും. ആറ്റത്തിനകത്ത് നമ്പർ ഓഫ് എനർജി ലെവൽസേ കാണത്തുള്ളൂ എങ്കിൽ ഒരു മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ ഒരുപാട് എനർജി ലെവൽസ് കാണും. അതുപോലെ തന്നെ ഒരുപാട് എനർജി ലെവൽസ് ഉണ്ടെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ട്രാൻസിഷൻസ് ആർ പോസിബിൾ. ഒരുപാട് ട്രാൻസിഷൻസ് പോസിബിൾ ആണ്
ആണ്. സോ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രത്തിനകത്ത് ഒരുപാട് ലൈൻസ് കാണും. ദ സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് മെനി ലൈൻസ് വിച്ച് ആർ ക്ലോസ് ടുഗദർ. ആ കിട്ടുന്ന ലൈൻസ് തന്നെ അടുത്തടുത്തായിരിക്കും കിട്ടുന്നത്. നമുക്കത് എന്തുപോലെ തോന്നും? ബാൻഡ് പോലെ തോന്നും. അടുത്തടുത്ത് ലൈൻസ് വരുമ്പം അത് ബാൻഡ് പോലെ തോന്നും. അപ്പോൾ മോളിക്കുലാർ സ്പെക്ട്രം ശ്രദ്ധിക്കുക. മോളിക്യൂൾസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മോളിക്കുലാർ സ്പെക്ട്രം കിട്ടുന്നത്. മോളിക്കുലാർ സ്പെക്ട്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാൻഡ് ആയിരിക്കും കാണുന്നത്. കാര്യം മോളിക്യൂൾസിൽ ഒരുപാട് എനർജി ലെവൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. സോ നമുക്ക് കിട്ടുന്ന റിസൾട്ടിങ് സ്പെക്ട്രത്തിനകത്ത് ലൈൻ ആയിരിക്കും കാണുന്നത്. ഈ ലൈൻസ് എല്ലാം അടുത്തടുത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്കത് ബാൻഡ് പോലെ ഫീൽ ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമാണ് പഠിക്കാനുള്ളത്. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വെച്ചാൽ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് ഫ്രീക്വൻസി ഓർ ഡിക്രീസിങ് വേവ് ലെങ്ത് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് അപ്പം പല ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയിലോ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്തിലോ അറേഞ്ച് ചെയ്ത സ്പെക്ട്രത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. നമ്മൾ ഓൾറെഡി ഈ ഒരു സ്പെക്ട്രം പഠിച്ചതാണ്, കണ്ടതാണ് എങ്ങനെയാണെന്നുള്ള കാര്യം. ഇതിൽ നമ്മളെ വിസിബിൾ റീജിയൻ ആണ് ആ ഒരു കളർ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത്. വിബ്ജിയോ കളർ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വിസിബിൾ സ്പെക്ട്രം, വിസിബിൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ UV ഉണ്ട്, IR ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്, ഗാമ വേവ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പെക്ട്രത്തിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. നെക്സ്റ്റ് നമ്മൾ മോളിക്കുലർ എനർജി ലെവൽസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഒരു മോളിക്യൂൾസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് കാണും. അപ്പം റൊട്ടേഷണൽ എനർജി ലെവൽ കാണും, വൈബ്രേഷനിൽ കാണും, ഇലക്ട്രോണിക് എനർജി ലെവൽ കാണും, ട്രാൻസിഷണൽ എനർജി ലെവൽ കാണും. അപ്പം ഒരു മോളിക്കുലർ എനർജി ലെവൽ നമ്മൾ നോക്കിയാൽ മെയിനായിട്ടും 4 എണ്ണമാണുള്ളത്. ഒന്ന് ഇലക്ട്രോണിക് എനർജി ലെവൽ നമ്മൾ EEL എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് വൈബ്രേഷണൽ എനർജി ലെവൽ VIB എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ ദ തേർഡ് വൺ ഈസ് റൊട്ടേഷണൽ എനർജി ലെവൽ EROT എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ട്രാൻസിഷണൽ എനർജി ലെവൽ ട്രാൻസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പം നമ്മളൊരു മോളിക്യൂൾസിനകത്തുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ 4 എനർജി ലെവലിൻ്റെയും കൂടെ സമ്മായിരിക്കും. ഈ 4 എനർജിയുടെയും കൂടെ സമ്മായിരിക്കും ടോട്ടൽ എനർജി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഇലക്ട്രോണിക് എനർജി പ്ലസ് വൈബ്രേഷണൽ എനർജി പ്ലസ് റൊട്ടേഷണൽ എനർജി പ്ലസ് ട്രാൻസിഷണൽ എനർജി എന്ന് എഴുതാം. അപ്പം നോക്കാം, മോളിക്കുലർ എനർജി ലെവലാണ് നമ്മൾ പറഞ്ഞത്. മൊത്തം 4 ആണ്. മെയിനായിട്ട് 4 ടൈപ്പ് മോളിക്കുലർ എനർജി ലെവലാണുള്ളത്. ഇലക്ട്രോണിക് മോളിക്കുലർ എനർജി ലെവൽ, വൈബ്രേഷണൽ എനർജി ലെവൽ, റൊട്ടേഷണൽ എനർജി ലെവൽ ആൻഡ് ട്രാൻസിഷണൽ എനർജി ലെവൽ. ഇനി ഒരു മോളിക്യൂൾസിനകത്തുള്ള ടോട്ടൽ എനർജി എന്ന് വിളിക്കുന്നത് ഈ 4ൻ്റെയും കൂടെ സമ്മായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ഈക്വൽ ടു ഇലക്ട്രോണിക് എനർജി ലെവൽ പ്ലസ് വൈബ്രേഷണൽ എനർജി ലെവൽ പ്ലസ് റൊട്ടേഷണൽ എനർജി ലെവൽ പ്ലസ് ട്രാൻസിഷണൽ എനർജി ലെവൽ എന്ന് എഴുതാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇലക്ട്രോണിക് എനർജി ലെവൽ എന്താണെന്ന് നോക്കാം. അപ്പം ഇലക്ട്രോണിക് എനർജി ലെവൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ എനർജി ഓഫ് ഇലക്ട്രോൺ. എനർജി അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ എനർജിയായിട്ട് അസോസിയേറ്റ് ചെയ്ത എനർജി ലെവലാണ് ഇലക്ട്രോണിക് എനർജി. അപ്പം നോക്കുക, ഇലക്ട്രോണിക് എനർജി ഈസ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എനർജിയാണ് ഇലക്ട്രോണിക് എനർജി ലെവൽ. ഇനി നമുക്കറിയാം, ഒരു മോളിക്യൂൾസിൽ ഒരുപാട് ഓർബിറ്റൽസ് കാണും. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് കാണും, അതുപോലെ തന്നെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് കാണും. സോ ദർ ആർ സെവറൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ മോളിക്യൂൾസ്. ഒരു മോളിക്യൂൾസ് നമ്മൾ നോക്കിയാൽ അതിൽ ഒരുപാട് ഓർബിറ്റൽസ് കാണാം. അപ്പം ഈ ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും കാണും, അതുപോലെ തന്നെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും കാണും. ദീസ് മോളിക്കുലർ ഓർബിറ്റൽസ് ക്യാൻ ബി ബോണ്ടിങ് ഓർ ആൻറ്റി ബോണ്ടിങ്. അപ്പം ഒരു ഇലക്ട്രോൺസിൻ്റെ എനർജി അനുസരിച്ച് അത് എന്ത് ചെയ്യും? അത് ഈ ഒരു ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലോ അല്ലെങ്കിൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലോ occupy ചെയ്യും. The electron can occupy any of these orbital depending upon its energy. അപ്പം ഇലക്ട്രോണിനെ ബോണ്ടിങ് ഓർബിറ്റലിലും occupy ചെയ്യും, ആൻറ്റി ബോണ്ടിങ്ങിലും occupy ചെയ്യും, ആൻഡ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് എനർജി. ഇലക്ട്രോണിൻ്റെ എനർജിയെ ഡിപ്പെൻഡ് ചെയ്ത് ഇറ്റ് ക്യാൻ occupy on bonding molecular orbital or in anti bonding molecular orbital, and the gap between electronic energy level fall in UV visible region of electromagnetic spectrum.
അപ്പം ഈ ഒരു എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് എനർജിയുടെ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏത് റീജിയനിലാണ് നമ്മൾ കാണുന്നത്? യു വി വിസിബിൾ റീജിയന് ഇടയിലായിട്ടാണ് ഈ ഒരു ഗ്യാപ്പ്, ഇലക്ട്രോണിക് എനർജി ലെവലിൻ്റെ ആ ഒരു ഗ്യാപ്പ് നമ്മൾ കാണുന്നത്. ഏത് റീജിയനിലായിട്ടാണ് കാണുന്നത്? യു വി വിസിബിൾ റീജിയനിലായിട്ടാണ് ആ ഒരു ഇലക്ട്രോണിക് എനർജി ലെവലിൻ്റെ ഗ്യാപ്പ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇലക്ട്രോൺസ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് പോകും. അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് ആ ഒരു എനർജി റേഡിയേറ്റ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരും. ഈ ഒരു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ എമിഷൻ, ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് യു വി വിസിബിൾ റീജിയനിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഒരു സ്പെക്ട്രം നമുക്ക് കിട്ടുന്നത് യു വി വിസിബിൾ റീജിയനിലായിരിക്കും. ദ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഗീവ് അബ്സോർപ്ഷൻ ഓർ എമിഷൻ സ്പെക്ട്രം ഇൻ യു വി വിസിബിൾ റീജിയൻ. അബ്സോർപ്ഷൻ അല്ലെങ്കിൽ എമിഷൻ നമുക്ക് തരുന്നത് ഏത് റീജിയനിലാണ്? യു വി വിസിബിൾ റീജിയനിലാണ് തരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആണ് വൈബ്രേഷണൽ എനർജി. ഇപ്പം വൈബ്രേഷണൽ എനർജി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു മോളിക്യൂൾസിന്, നിങ്ങൾക്ക് ഫിഗറിലൊരു മോളിക്യൂൾ കാണാം, ആ ഒരു മോളിക്യൂൾസിന് ആ ഒരു സെൻറ്റർ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. ദ ആറ്റം ഇൻ എ മോളിക്യൂൾ ക്യാൻ വൈബ്രേറ്റ് ബൈ കീപ്പിംഗ് ദ പൊസിഷൻ ഓഫ് സെൻറ്റർ മാസ് കോൺസ്റ്റൻ്റ്. ആ സെൻറ്റർ കോൺസ്റ്റൻ്റ് ആയിട്ട്, സെൻറ്റർ മാസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് ഈ ഒരു മോളിക്യൂൾസിനെ ടു ആൻഡ് ഫ്രോ മോഷനിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. And the energy associated with this type of vibration is called vibrational energy. അപ്പം ഈ ടൈപ്പ് വൈബ്രേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വൈബ്രേഷണൽ എനർജി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ വൈബ്രേഷൻ ട്രാൻസിഷന് നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രവും തരും, എമിഷൻ സ്പെക്ട്രവും തരും. ഈ രണ്ട് സ്പെക്ട്രവും നമുക്ക് കിട്ടുന്നത് IR റീജിയനിലായിരിക്കും കിട്ടുന്നത്. അപ്പം ഒരു മോളിക്യൂള് വൈബ്രേഷണൽ എനർജിയാണ് കാണിക്കുന്നതെങ്കിൽ, വൈബ്രേഷണൽ ട്രാൻസിഷനാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് സ്പെക്ട്രം എവിടെയായിട്ടായിരിക്കും കിട്ടുന്നത്? IR റീജിയനിലായിരിക്കും ആ ഒരു സ്പെക്ട്രം കിട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മോളിക്യൂൾസിന് വൈബ്രേഷണൽ എനർജി ഉണ്ട് എങ്കിൽ ആ മോളിക്യൂൾ എന്ത് ചെയ്യും? ആ സെൻറ്റർ ഓഫ് മാസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് അത് ടു ആൻഡ് ഫ്രോ മോഷനിൽ മൂവ് ചെയ്യും. അത് ടു ആൻഡ് ഫ്രോ മോഷനിൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ മൂവ് ചെയ്യും. ഈ ഒരു വൈബ്രേഷണൽ ട്രാൻസിഷൻ എനർജിക്ക്, അല്ലെ വൈബ്രേഷണൽ ട്രാൻസിഷന് അബ്സോർപ്ഷൻ സ്പെക്ട്രവും തരാം, അതുപോലെ തന്നെ എമിഷൻ സ്പെക്ട്രവും തരും. അത് ഏത് റീജിയനിലായിട്ടായിരിക്കും തരുന്നത്? IR റീജിയനിലായിരിക്കും തരുന്നത്, നിയർ IRലായിരിക്കും തരുന്നത്. നെക്സ്റ്റ് റൊട്ടേഷണൽ എനർജിയാണ്. അപ്പം റൊട്ടേഷണൽ എനർജി, ലൈക്ക് എവറി മാറ്റർ ഓർ മോളിക്യൂൾസ് ഓൾസോ ഹാവ് എ സെൻറ്റർ ഓഫ് മാസ്. എല്ലാ മാറ്ററിനും അല്ലെങ്കിൽ മോളിക്യൂൾസിനും ഒരു സെൻറ്റർ ഓഫ് മാസ് കാണും. ഇഫ് എ മോളിക്യൂൾ rotate in space about an axis passing through its center of mass, the energy associated with that rotation is called rotational energy. അപ്പം നമ്മുടെ എല്ലാ മോളിക്യൂൾസിനും എന്ത് കാണും? ഒരു സെൻറ്റർ ഓഫ് മാസ് കാണും. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, സെൻറ്റർ ഓഫ് മാസ് കാണും. ആ സെൻറ്റർ ഓഫ് മാസ് അതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് ആ ഒരു ആക്സിസിൽ കൂടെ ഈ ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, ഒരു മോളിക്യൂൾ ഉണ്ട്, അതിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്രീൻ കളറിൽ ഒരു ആക്സിസ് പാസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി താഴെയുള്ള ആ മോളിക്യൂൾസ് അതിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഈ റൊട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എനർജിയാണ് റൊട്ടേഷണൽ എനർജി. സോ ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ റൊട്ടേഷൻ ഈസ് കോൾഡ് റൊട്ടേഷണൽ എനർജി. ഈ ഒരു റൊട്ടേഷണൽ ട്രാൻസിഷൻ അബ്സോർപ്ഷൻ സ്പെക്ട്രവും തരും, അതുപോലെ തന്നെ എമിഷൻ സ്പെക്ട്രവും തരും. ഇത് രണ്ട് മൈക്രോവേവ് റീജിയനിലായിട്ടായിരിക്കും കിട്ടുന്നത്. അബ്സോർപ്ഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും കിട്ടുന്നത് മൈക്രോവേവ് റീജിയനിലായിരിക്കും. ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ റൊട്ടേഷണൽ എനർജി ഫോൾ ഇൻ മൈക്രോവേവ് region of electromagnetic spectrum. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ട്രാൻസിഷണൽ എനർജിയാണ്. ലൈക്ക് മാറ്റർ മോളിക്യൂൾ ഓൾസോ ഹാവ് എ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് ഇഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ മോളിക്യൂൾ ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് ടൈം, സമയം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു സെൻറ്റർ ഓഫ് മാസ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസിഷണൽ എനർജി എന്ന് വിളിക്കുന്നത്. സെൻറ്റർ ഓഫ് മാസ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസിഷണൽ എനർജി എന്ന് വിളിക്കുന്നത്. ദെൻ ഈ ഒരു ട്രാൻസിഷണൽ എനർജി എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്, വളരെ കുറച്ചേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്കത് നെഗ്ലക്റ്റ് ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഈ ടോട്ടൽ എങ്ങനെ എഴുതാം? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഇലക്ട്രോണിക് എനർജി പ്ലസ് വൈബ്രേഷണൽ എനർജി പ്ലസ് റൊട്ടേഷണൽ എനർജി എന്ന് എഴുതാം. കാര്യം ട്രാൻസിഷൻ എനർജി എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ബോൺ ഓപ്പൺഹീമർ അപ്രോക്സിമേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്താണെന്നത്? ടോട്ടൽ എനർജി ഓഫ് എ മോളിക്യൂൾസ് അക്കോർഡിംഗ് ടു ബോൺ ഓപ്പൺഹീമർ അപ്രോക്സിമേഷൻ ഈസ് ഇ ടോട്ടൽ ഈക്വൽ ടു ഇ ഇലക്ട്രോണിക് പ്ലസ് ഇ വൈബ്രേഷണൽ പ്ലസ് ഇ റൊട്ടേഷണൽ പ്ലസ് ഇ ട്രാൻസിഷൻ. ഇതിൽ ട്രാൻസിഷൻ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് ജസ്റ്റ് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം നമ്മൾ ടോട്ടൽ എനർജി എന്തായിട്ട് കിട്ടി? ഈ ടോട്ടൽ ഈക്വൽ ടു ഇ ഇലക്ട്രോണിക് പ്ലസ് ഇ വൈബ്രേഷണൽ പ്ലസ് ഇ റൊട്ടേഷണൽ എന്ന് കിട്ടി.
അപ്പോൾ ഇതാണ് ബോൺ ഓപ്പൺ ഹീമർ അപ്രോക്സിമേഷൻ.